ഗായ്സ് ഇന്ന് നല്ല അടിപൊളി നമ്മൾ വാള മീൻ കറി വെച്ചിട്ടുണ്ട്. വാള, അതായത് എല്ലായിടത്തും വാളയെന്ന് തന്നെ പറയുന്നതാണ് എൻ്റെ ഒരു അറിവ്. വാള കറി വയ്ക്കുന്ന വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ്. ചൂട് കാരണം കയ്യിൽ കൂടി എടുക്കാൻ വയ്യ. അപ്പം നമുക്കൊന്നൊരു പൊളപ്പം വാള തന്നെ കിട്ടിയത്. തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ പൊളപ്പൻ. ഒരു പൊളപ്പൻ, തിരുവനന്തപുരം ഭാഷയിൽ പൊളപ്പൻ. അപ്പം നമുക്കൊരു മുതുക്ക വാളയാണ് കിട്ടിയിരിക്കുന്നത്. ആ വാള എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി നല്ല നീളവും വീതിയും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും പക്ഷേ അത് നല്ലതുപോലെ നമുക്ക് കാണത്തില്ല. പക്ഷേ അങ്ങനെ അതിന് വൃത്തിയാക്കുന്ന ഒരു ടാസ്ക്കാണ് ഉള്ളത്. ഇത് വലിയ വാള ആകുമ്പം നമ്മളെ കൊണ്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല, അമ്മയെ കൊണ്ടേ പറ്റും. നമ്മൾ അതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ വരുന്നെടുത്ത് അമ്മ അതിനുള്ള വേസ്റ്റുകളും കാര്യങ്ങളും ഇവിടെ കുറച്ച് പട്ടികളുണ്ട്. അപ്പോൾ ആ പട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയും കൂടെ മാറ്റുന്നുണ്ട്. അതാണ് കൂടെ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വലിയ ടാസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഉരുമ്പ് അങ്ങനെ എന്താണ് പറയാമെന്ന് എനിക്കറിയത്തില്ല. അതും എടുക്കണം, ഇതിൻ്റെ പല്ലും എടുക്കണം. പല്ലും എടുത്ത് വൃത്തിയാക്കുന്നതാണ് ഒരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ മീൻ കൂടുതലായിട്ട് ക്യാൻസർ രോഗികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിന് ഈ ഉരുമ്പുള്ളതുകൊണ്ട് ക്യാൻസർ രോഗികൾക്ക് ഈ മീൻ കഴിച്ചുവിടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ ഒരുവിധം എന്നല്ല മിക്കുള്ള ആൾക്കാർക്കും ഇത് ഇഷ്ടമാണ് ഈ മീൻ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ വഴുവഴുപ്പാണ് കയറി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇത് പൊരിച്ചായാലും കറി വെച്ചായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാളമീൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 200-250 റേറ്റാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ റേറ്റ് എനിക്കറിയത്തില്ല. എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നാണ്, അവിടുത്തെ ചന്തയിൽ നിന്ന് അവിടുത്തെ ആൻറ്റിയൊക്കെ മേടിച്ച് കൊടുത്തതാണ്. പക്ഷേ എനിക്ക് റേറ്റ് അറിയത്തില്ല. 200-250 ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മളിനി അതിൻ്റെ തലയിട്ട് കറി വെച്ചാലും സൂപ്പറാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ചെറുതുണ്ട്, അത് വലിയ ചെവ വരത്തില്ല നമ്മൾ കറിയിട്ട്. പക്ഷേ ആൾക്കാർ പേടിക്കും. ഇനി ഇതിൻ്റെ ഈ ഉരുമ്പ് പോകാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴുകിയെടുത്തതിന് ശേഷം കുറച്ചും കൂടെ പോകാനായിട്ടെന്ന് വെച്ചാൽ ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ആക്കിയെടുക്കും. ഇനി ഇതിൻ്റെ കൂട്ട റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ സാധാ വെക്കുന്ന കണക്ക് തന്നെ, കൂടുതലായിട്ടൊന്നും വ്യത്യസ്തമില്ല. ആദ്യം കുറച്ച് തേങ്ങ എടുത്തിട്ട് പിന്നെ കൊച്ചുള്ളി എടുക്കും. കൊച്ചുള്ളി എടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ഒരടപ്പിന് അത്രയ്ക്കുള്ള കൊച്ചുള്ളി എടുത്തതിന് ശേഷം ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ നിറച്ചല്ല, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ മിക്സഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എരിവ് അനുസരിച്ച് നമുക്ക് ഈ ഇതിൽ നമുക്ക് ക്യാമറ കാണുന്നിടക്കല്ല, നേരിട്ട് നല്ല അടിപൊളി കളറും നല്ല എരിവുമാണ്. എന്നിട്ട് നേരത്തെ നമ്മൾ പുളി കൊളുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിനി വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറിവേപ്പില അരച്ചെടുക്കുമ്പോഴത്തേക്കും അതും ഒരു ടേസ്റ്റാണ്. നമ്മൾ അല്ലാതെ കിടക്കുമ്പോൾ നമ്മൾ മിക്കുള്ളവരെടുത്തും കളയണേ കണ്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വീണ്ടും അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് ഇതിൽ കണ്ടാൽ നമുക്കൊരു വലിയ കളറൊന്നും തോന്നില്ല, പക്ഷെ ഭയങ്കര എരിവുമായിരുന്നു. ക്യാമറ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മളിത് മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. മൺചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം ഈ അരപ്പെടുത്തതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ അരപ്പ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ വേണ്ടത് അത്. പിന്നെ ഇനി മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഉപ്പിടണം, ആവശ്യത്തിന് ഉപ്പ്. കൂടുതലും ആവാൻ പാടില്ല, കുറവും ആവാൻ പാടില്ല. അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പില ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും കറിവേപ്പില നമ്മളെ ഉള്ളിലോട്ട് പോകും. അല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില നമ്മൾ എന്നാലും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കറിയിലോട്ട് ഇടണം. എന്നിട്ട് പുളിവെള്ളവും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. പുക കാരണം നമുക്കും വീഡിയോ അങ്ങനെ അത്ര ക്ലിയർ ആവുന്നില്ല, ക്യാമറയിൽ അത്രയും പുക കൊണ്ട് പറയുന്നു. പുളി നമ്മൾ നേരത്തെ കൊടുത്ത് വെച്ചാൽ അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞാണ് എടുക്കുന്നത്. നമ്മൾ അരച്ച് ചേർത്തില്ല. നമുക്കിപ്പോഴത്തെ പുളികളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഉലുവാപ്പൊടി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഉലുവാപ്പൊടി. പിന്നെ നമുക്ക് ഇനിയൊരു ടാസ്ക് എന്ന് വെച്ചാൽ മുളക് അരിഞ്ഞതും തക്കാളി പിന്നെ കറിവേപ്പില വീണ്ടും ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് അതിന് നമ്മൾ ഇട്ടതിന് ശേഷം അരപ്പ് നല്ലതുപോലെ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ മീനുകൾ ഇട്ട് കൊടുക്കുക. തലയായാലും ഉടലായാലും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാവൂ. എന്നാലും നമുക്ക് ആ അരപ്പ് നല്ലതുപോലെ പിടിക്കത്തുള്ളൂ. മറ്റേ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരപ്പ് പിടിക്കും. ഇതിന് അരപ്പ് പിടിക്കാത്ത പാടാണ്. അതുകൊണ്ട് നമ്മൾ അരപ്പ് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതൊക്കെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പൂണ് കൊണ്ട് നമ്മൾ ഇളക്കത്തില്ല കേട്ടോ. സ്പൂണ് കൊണ്ട് നമ്മൾ ഇളക്കത്തില്ല. ഇതെല്ലാം എടുത്തിട്ടതിന് ശേഷം ഓരോ പീസുകളായിട്ട് ഇട്ടതിന് ശേഷം നമ്മളെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്കി വയ്ക്കും. നേരത്തെ പറഞ്ഞാൽ കറക്കി വെക്കും. ഇതാണെങ്കിൽ കറക്റ്റ് വയ്ക്കും. അപ്പം നമുക്ക് ഉപ്പും ഇതിൽ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ വെളുവിള ഇരിക്കുന്നെങ്കിലും കറി നല്ല ചുവന്ന കളറുമാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും എരിയുമാണ്. അപ്പോൾ അടച്ചതിന് ശേഷം നമ്മൾ കണ്ട മീൻ കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അടിപൊളി. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നീ കൊതിയാവുന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒന്ന് മീഡിയയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് മീൻ കറി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കടുക് വറുത്ത് ഒഴിക്കാം. കടുക് വറുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. ചിലർ തേങ്ങ അരയ്ക്കാതെ വെക്കും കേട്ടോ. പുളിയും മുളകും കണക്കും വെക്കും. അതും കൂടെ. പക്ഷെ ഞങ്ങൾക്ക് ഇത് നമുക്കപ്പോൾ ചാറായിട്ടൊക്കെ കൂട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.